പണ്ട് അങ്കണവാടിയിൽ പഠിച്ച സമയത്തൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതേസമയം ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ നടന്നെന്നോർത്തു പറയാൻ ആരെങ്കിലും എന്നോട് ആവശ്യപ്പെട്ട അത് പറയാൻ എനിക്കറിയില്ല. മറവിയാണ്, അന്യായ മറവി. സ്വന്തം പേര് മറന്നതും കൊച്ചുങ്ങളുടെ ജനനത്തീയതി മറന്നതൊക്കെ അതിൽ ചിലതുമാത്രം. നിങ്ങൾക്കൊക്കെ അങ്ങനാണോ? ആണെങ്കി പറയണം കേട്ടോ. കഴിഞ്ഞയിടെ സന്ധ്യാശ്രീ വിനായകം ചേച്ചിയെ കാണാൻ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയിൽ വെച്ച് അങ്കണവാടിയിൽ മാത്രം ഒരുമിച്ച് പഠിച്ചൊരു കൂട്ടുകാരൻ കൊട്ടാരക്കര നിൽക്കുന്ന കണ്ട്. ഒരൊറ്റ നിമിഷം കൊണ്ട് 1000 ഓർമ്മകളാണ് മിന്നിമാഞ്ഞുപോയത്. അവൻ എന്നെ കണ്ടില്ല. കണ്ടിരുന്നേൽ ഉറപ്പായും മിണ്ടിയനെ. എനിക്കെന്തോ അവനോടൊപ്പം മിണ്ടാൻ തോന്നിയില്ലെന്നതാണ് സത്യം. ഓർമ്മകളുടെ അങ്ങേയറ്റത്ത് അവനും ആ അങ്കണവാടി കാലവും ഇന്നും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുമ്പോഴും വൈകുന്നേരം ഉപ്പുമാവ് കഴിക്കുമ്പോഴും അവനെന്റെ പ്ലേറ്റിലേക്കൊന്ന് നോക്കും. അവന്റെ പാത്രത്തിലുള്ളതിലും അളവിൽ കുറവാണ് എന്റെ പാത്രത്തിലെങ്കിൽ ഉറപ്പായും അവനതിൽ കുറച്ചെടുത്ത് എന്റെ പാത്രത്തിലോട്ടിടും. ഞാനത് വാരിക്കഴിക്കുന്നത് കാണുന്നതായിരുന്നു അവന്റെ സന്തോഷമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്ലേറ്റും കൊണ്ട് എഴുതാനിരിക്കുമ്പോ, കഴിക്കാനിരിക്കുമ്പോ, കളിക്കാൻ പോവുമ്പോ, ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോ, അങ്ങനെ സകലയിടത്തും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്റെ തോളൊക്കം മാത്രം പൊക്കമുള്ള അവനെ മറ്റാരേക്കാളും അധികം എനിക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ ടീച്ചർ വരാത്ത ഒരു ദിവസം ടീച്ചറിന്റെ മോളായിരുന്നു പകരം വന്നത്. ഉച്ചോറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. സ്വാഭാവികമായും ലെവനും മുട്ടണമല്ലോ. മുട്ടി. 2 പേരും കൂടെ മൂത്രമൊഴിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ടീച്ചറിന്റെ മോള് ഞങ്ങൾ അങ്കണവാടിയുടെ പിന്നിലോട്ട് വിട്ടു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നവിടെ ശൗചാലയമില്ല. ഒരു മുരിങ്ങമരത്തിന്റെ ചോട്ടിലായിരുന്നു പ്രസ്തുത സ്ഥലം. ഞാൻ ഇരുന്നും അവൻ നിന്നും കാര്യപരിപാടി ആരംഭിച്ചു. അപ്പോഴാണ് അവന് സംശയം തോന്നിയത്. അവൻ മാത്രം നിന്നും ഞാനിരുന്നും ഈ മൂത്രമൊഴിക്കുന്നതിലുള്ള വ്യത്യാസം അത്ര നല്ലതല്ലല്ലോ. എടീ ഇങ്ങോട്ട് നോക്ക്, ഞാൻ മൂത്രമൊഴിക്കുന്ന പോലെ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നൊഴിക്ക്. എന്നെ ഒന്ന് തോണ്ടിയിട്ട് അവൻ പറഞ്ഞു. കേട്ടപ്പോ സംഗതി കൊള്ളാവെന്ന് എനിക്കും തോന്നി. ഞാൻ എഴുന്നേറ്റ് നിന്ന് നോക്കിയെങ്കിലും മറ്റവന്റെ ഒപ്പം എത്താൻ കഴിഞ്ഞില്ല. എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോ ട്രൈ എന്നും പറഞ്ഞ് അവനെന്നെ പ്രോത്സാഹിപ്പിച്ചു. അവന്റെ ട്രൈ പോലെ അല്ലല്ലോ എന്റെ ട്രൈ. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതെന്താണ് പറ്റാത്തതെന്നുള്ള അന്വേഷണമായി. പിന്നെ മൂത്രമൊഴിക്കാൻ പോയ കൊച്ചുങ്ങൾ നേരം കുറേയായിട്ടും തിരിച്ചു വരാത്തതെന്താണെന്ന് അന്വേഷിച്ചു വന്ന ടീച്ചറിന്റെ മോള് കാണുന്നത് നിലത്തു കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുനിഞ്ഞ് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ആയിരുന്നു. ആദ്യത്തെ അടി എനിക്ക് കിട്ടി. ജെട്ടിയും വലിച്ചു കയറ്റി ഞാൻ ഓടി അകത്തു കയറി. ഞാൻ കരഞ്ഞില്ല. 2ാമത്തെ സമ്മാനം അവനായിരുന്നു കിട്ടിയത്. നിക്കർ പോലും ഇടാൻ മെനക്കെടാതെ കാറിക്കൂവി അവൻ എന്റെ പിന്നാലെ ഓടി. അന്ന് ചേച്ചി ഞങ്ങളെ പറഞ്ഞ വഴക്കിന് കണക്കില്ല. ഒരു പായിലുണ്ടുറങ്ങിയിരുന്ന ഞങ്ങൾ 2 പേരും ആ മൂത്രക്കേസോടെ ഒരുപാട് ദൂരത്തേക്ക് അകന്നുപോയി. 1ാം ക്ലാസ്സിൽ അവനെ വേറെ സ്കൂളിൽ ചേർത്തു. ആദ്യമൊക്കെ വല്ലപ്പോഴും കാണുമായിരുന്നെങ്കിലും പോകെ പോകാതെ കുറഞ്ഞു വന്നു. പിന്നെ കുറേ വലുതായി കഴിഞ്ഞാണ് കാണുന്നതും മിണ്ടുന്നതുമൊക്കെ. പഴയ പോലെയുള്ള അടുപ്പമോ സ്നേഹമോ ഒന്നും പിന്നീടുണ്ടായില്ല. എന്നാലും പണ്ടത്തെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരാൾ അവനാണ്, എന്റെ കൂട്ടുകാരൻ.